എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് സ്വാഗതം. ഒരുപാട് ഇൻട്രോ ഒന്നും ബോറടിപ്പിക്കുന്നില്ല, വേഗം തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഇന്ന് എന്താ നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കട്ടെ. ഇന്ന് നമ്മൾ യൂണിയൻ ബജറ്റിനെ കുറിച്ചാണ് ക്ലാസ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ യൂണിയൻ ഈ വർഷത്തെ 2020 യൂണിയൻ ബജറ്റിന്റെ ഹൈലൈറ്റ്സ് ആണ്. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെന്നും പേപ്പറും ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ പെന്നും ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഇരിക്കുക, നമുക്ക് പഠിക്കണ്ടേ. അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാമിന്റെ ലിങ്കും, അതായത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും അതേപോലെ ഞങ്ങളുടെ വാട്സപ്പിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കയറി വേഗം തന്നെ ജോയിൻ ചെയ്യാം. നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 യൂണിയൻ ബജറ്റിന്റെ ഇമ്പോർട്ടൻസ് ആയ കുറച്ച് കാര്യങ്ങളാണ്. ഹൈലൈറ്റ്സ് ഓഫ് യൂണിയൻ ബജറ്റ് 2020. On February 1st, 2020, Nirmala Sitharaman, the current Finance Minister of India, presented her second and 19th Union Budget 2020-21. She is the second lady Finance Minister of India after late Prime Minister Indira Gandhi. ഈ വർഷം 2020 ഫെബ്രുവരി 1 നിർമ്മല മാം, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല മാം ആണ് ഈ ബജറ്റ് പ്രപ്പോസ് ചെയ്തത്. മാമിന്റെ സെക്കൻഡ് ബജറ്റാണ് പ്രപ്പോസ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യന്റെ 90ാമത്തെ യൂണിയൻ ബജറ്റ് കൂടിയാണ് പ്രപ്പോസ് ചെയ്തത്. മാം ആണ് സെക്കൻഡ് ഫിനാൻസ്, അതായത് ഇന്ത്യയിലെ രണ്ടാമതായി ബജറ്റ് അവതരിപ്പിക്കുന്ന സ്ത്രീ നിർമ്മല സീതാരാമനാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച നമ്മുടെ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ നമ്മുടെ യൂണിയൻ ബജറ്റ്, ഫസ്റ്റ് യൂണിയൻ ബജറ്റ് പ്രപ്പോസ് ചെയ്ത ആരാണ്? ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് യൂണിയൻ ബജറ്റ് പ്രപ്പോസ് ചെയ്തത് RK ഷൺമുഖം ചെട്ടിയാണ് പ്രപ്പോസ് ചെയ്തത്. അത് ഏത് ദിവസമാണ്? നവംബർ 26, 1987 RK ഷൺമുഖം ചെട്ടിയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിയൻ ബജറ്റ് പ്രപ്പോസ് ചെയ്തത്. ഇന്ത്യയിലെ ഏത് ആർട്ടിക്കിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് യൂണിയൻ ബജറ്റ് പറയണത്? ആർട്ടിക്കിൾ 112 യൂണിയൻ ബജറ്റ് പറയണത്. ആ ആർട്ടിക്കിളിൽ, യൂണിയൻ ബജറ്റിന്റെ ആർട്ടിക്കിളിൽ നമ്മൾ എന്താണ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത്? ഇറ്റ് ഇസ് ഓൾസോ റെഫേർഡ് ആസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. ഇന്ത്യന്റെ യൂണിയൻ ബജറ്റിനെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു വർഷത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെലവായി, ഇനി വരാൻ പോകുന്ന നമ്മുടെ അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതെല്ലാം നമ്മുടെ യൂണിയൻ ബജറ്റിൽ പ്രപ്പോസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈ ഫെബ്രുവരി 1 നിർമ്മല മാം ആണ് നമ്മുടെ യൂണിയൻ ബജറ്റ് പ്രപ്പോസ് ചെയ്തത്. മാം നമ്മുടെ കറന്റ് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. 90ാമത്തെ യൂണിയൻ ബജറ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. 2020-21 90ാമത്തെ യൂണിയൻ ബജറ്റ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 112 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 ആർട്ടിക്കിളിലാണ് യൂണിയൻ ബജറ്റിനെ കുറിച്ച് പറയണത്. നമ്മുടെ ഫസ്റ്റ് യൂണിയൻ ബജറ്റ് പ്രപ്പോസ് ചെയ്തത് RK ഷൺമുഖം ചെട്ടിയാണ്, നവംബർ 26, 1987. അപ്പം ഈ യൂണിയൻ ബജറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 തീംസ് ആണ് മാം പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് തീം ആസ്പിറേഷണൽ ഇന്ത്യ, സെക്കൻഡ് തീം എക്കണോമിക് ഡെവലപ്മെന്റ്, തേർഡ് തീം കെയറിംഗ് സൊസൈറ്റി. അപ്പൊ നമുക്ക് ഈ ഓരോരോ തീമുകളെ കുറിച്ചും വിശദമായി പഠിക്കാം. ഫസ്റ്റ് തീമാണ് നമ്മുടെ ആസ്പിറേഷണൽ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങളിലെ ഫസ്റ്റ് തീമാണ്. അപ്പം ആ തീമിൽ പറയുന്നത് ഫസ്റ്റ് സെക്ടർ എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിന്റെ കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രപ്പോസ് ചെയ്ത് നമുക്ക് നോക്കാം. ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം ബൈ 2020, 2020 കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഡബിൾ ചെയ്യിക്കും എന്നാണ് പറഞ്ഞത്. The PM Kusum scheme will be expanded to 20 lakh farmers for setting up standalone solar power.
PM കുസുമ പദ്ധതി 20 ലക്ഷം കർഷകരിലേക്കും കൂടി വ്യാപിപ്പിച്ചിട്ട് അവർക്കെല്ലാവർക്കും എന്താണ് സോളാർ പമ്പ്സ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. PM കുസും സ്കീമിൽ എന്താണ് സോളാർ പമ്പ്സ് എത്ര 20 ലക്ഷം കർഷകരിൽ കൂടി വ്യാപിക്കും. ഓൾസോ ടു ഹെൽപ്പ് അനദർ 15 lakh ഫാമേഴ്സ് സോളറൈസ് ദർ ഗ്രിഡ് കണക്റ്റഡ് പമ്പ് സെറ്റ്. അതേപോലെ തന്നെ മറ്റൊരു 15 ലക്ഷം കർഷകരെ അവരുടെ ഗ്രിഡ് കണക്റ്റഡ് പമ്പ് സെറ്റിനെ എന്താണ് സോളറൈസ്ഡ് ആക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത്. A scheme to enable farmers to set up solar power generation capacity on the barren lands and sell it to the grid would be operationalized. എന്ന് പറഞ്ഞാൽ എന്താണ്, തരിശായി കിടക്കുന്ന തരിശ് ഭൂമിയിൽ ഫാമേഴ്സിന് എന്താണ് സോളാർ പവർ, തരിശായി കിടക്കുന്ന ഭൂമിയിലെല്ലാം എന്തെടുത്ത് അവരുടെ കർഷകർക്ക് ആ ഭൂമി കൊയ്യാൻ അല്ലെങ്കിൽ ആ ഭൂമി എന്തിനു വേണ്ടി ഉപകരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് സോളാർ പമ്പ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ആത്തിച്ചൂടി ബൈ അവ്യോ ഭൂമി തുരുത്തി ഉൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭൂമി സംരക്ഷിക്കൂ, എന്നിട്ട് മതി മറ്റെന്ത് കാര്യവും. അതായത് നിങ്ങളുടെ ഭൂമി, നിങ്ങൾക്കുള്ള ഭൂമി അത് വിനിയോഗിക്കൂ, അല്ലെങ്കിൽ അത് നമ്മുടെ തരിശ് ഭൂമിയാക്കാണ്ട് നല്ലപോലെ അത് കെയർ ചെയ്യുക എന്നാണ് പറയണത്. അപ്പം വൺ ഓഫ് ദ മെയിൻ തീമാണ് ആത്തിച്ചുടി ബൈ ഔവ്യാർ ഭൂമി തുരുത്തി ഉൻ. ഇറ്റ് മീൻസ് ടേക്ക് കെയർ ഓഫ് യുവർ ലാൻഡ് ഫസ്റ്റ്. വില്ലേജ് സ്റ്റോറേജ് സ്കീം run by self-help groups. Women self-help groups can now get help from NABARD or മുദ്ര. അതായത് നമ്മുടെ ഈ ചെറുകിട, അതായത് സ്ത്രീകൾക്ക് വേണ്ടി ചെറുകിട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ കുടുംബശ്രീ പോലെയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഓരോ വരുമാനങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഇപ്പം തന്നെ പേപ്പർ ബാഗ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ കിട വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് നബാർഡോ അല്ലെങ്കിൽ മുദ്ര വഴിയോ ഒക്കെ അവർക്ക് ലോണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കിട്ടും എന്നാണ് പറഞ്ഞത്. The horticulture sector has exceeded the production of food grains by around 311 million metric tons of production. The government will help those states that work for one product, one district. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ സെക്ടർ, നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ പ്രൊഡക്ഷൻ അല്ലോ, അത് ഇപ്രാവശ്യം 311 കോടിയിലധികം കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്, ഇത് ഇങ്ങനത്തെ ചെയ്യുന്ന സ്റ്റേറ്റ്സുകളെ അവർ പ്രൊമോട്ട് ചെയ്തിട്ട് എന്താണ് പറഞ്ഞത്, വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്ട്, ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എക്സ്പാൻഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഇൻ റെയിൻഫെഡ് ഏരിയാസ്. അതായത് എന്താണ്, മഴയുള്ള പ്രദേശങ്ങളിൽ സംയോജിതമായിട്ട് കാർഷിക സംവിധാനം വികസിപ്പിക്കുക. അതായത് മഴക്കെടുതി കാരണം ഒരുപാട് കൃഷികൾ നശിച്ചു പോകുന്ന നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മഴയുള്ള പ്രദേശങ്ങളിൽ കാർഷിക സംവിധാനങ്ങൾ വികസിപ്പിക്കും എന്നാണ് പറഞ്ഞത്. All beneficiaries of PM Kisan scheme will be now covered under the Kisan Credit Card Scheme. അതായത് പ്രൈം മിനിസ്റ്ററിന്റെ കിസാൻ സ്കീമിലുള്ള എല്ലാ പദ്ധതികളും ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിലോട്ട് മാറും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, പ്രൈം മിനിസ്റ്ററിന്റെ കിസാൻ സ്കീമിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC സ്കീമിലോട്ട് മാറും. Fish production to be raised to 200 lakh tons by 2022-2023. അതായത് 2022-2023 നമ്മുടെ ഫിഷ് പ്രൊഡക്ഷൻ, ഫിഷറീസിന്റെ കാര്യത്തിൽ മറൈൻ കാര്യങ്ങൾ 200 ലക്ഷം ടൺസ് വർദ്ധിപ്പിക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേസ് ടു സെറ്റ് അപ്പ് കിസാൻ റെയിൽ സോ ദാറ്റ് ഫാം ഗുഡ്സ് ക്യാൻ ബി ക്വിക്ലി ട്രാൻസ്പോർട്ടഡ്. It will be also be used for cold storage of goods through PPP model. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് പുതിയൊരു പരിപാടി തുടങ്ങുകയാണ്, കിസാൻ റെയിൽ എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് നശിക്കും. അപ്പോൾ പുതിയൊരു റെയിൽവേ സെറ്റപ്പ്, പുതിയൊരു റെയിൽ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്, കിസാൻ റെയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, കർഷകരുണ്ടാക്കുന്ന ഗുഡ്സ്, അവരുണ്ടാക്കുന്ന കാർഷിക വിളകളാണെങ്കിൽ അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ കേടുപാടൊന്നും കിടാതെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കോൾഡ് സ്റ്റോറേജും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുഡ് സർവീസ് ആണ് ചെയ്യുന്നത്. എന്ത് മോഡലാണ്, PPP മോഡൽ, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് ചെയ്യുന്നത്. എന്താണെന്നറിയാലോ, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. പബ്ലിക്കിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും, ലോക്കൽ, സ്റ്റേറ്റ്,
അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ലെവൽസ് ഒക്കെ ഉൾപ്പെടും. പ്രൈവറ്റിൽ നമ്മുടെ പ്രൈവറ്റ് ഫേംസ് ഒക്കെ ഉണ്ടാവും. ഇന്ത്യൻ റെയിൽവേ എന്താണ് സെറ്റപ്പ് ചെയ്യുന്നത്? കിസാൻ റെയിൽ എന്നൊരു പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ കർഷകരുണ്ടാക്കുന്ന അവരുടെ കാർഷിക വിളകളൊന്നും നശിച്ചു പോകാതെ എത്രയും പെട്ടെന്ന് സേഫായി സ്റ്റോർ ചെയ്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷി ഉദ്യാൻ ടു ബി ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഓൺ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ റൂട്ട്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനും ഇതിനു വേണ്ടിയിട്ട് കൃഷി ഉദ്യാൻ എന്ന സ്കീമിൽ നമ്മുടെ ധാന്യങ്ങളും കാർഷിക വിളകളും എല്ലാം കയറ്റുമതി ഇറക്കുമതി ചെയ്യാനായിട്ട് കൃഷി ഉദ്യാൻ എന്നുള്ള സ്കീമും കൊണ്ടുവരുന്നു. അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് ഈ 2020-21 15 കോടി ആണ്, 15 ലക്ഷം 15 lakh crore ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വർഷം 2022 ഫാമേഴ്സിൻ്റെ ഇൻകം വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഫിഷ് പ്രൊഡക്ഷൻ എന്താണ് കൂട്ടും എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ബെനിഫിഷ്യറി, അതായത് പ്രൈം മിനിസ്റ്റർ കിസാൻ സ്കീമിലുള്ളതെല്ലാം എന്തുണ്ട് ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിന്റെ അണ്ടറിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ ബജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതാണ് 15 lakh crore ആണ് ഇപ്രാവശ്യത്തെ ബജറ്റ് അഗ്രികൾച്ചറിന് വേണ്ടി മാറ്റിവെച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് മഴയുള്ള പ്രദേശങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നത് മഴ ഒരുപാടുള്ള പ്രദേശത്ത് കൃഷി നശിക്കാതിരിക്കാൻ അതുപോലെയുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ഹോർട്ടിക്കൾച്ചർ എക്സീഡഡ്, അതായത് ഹോർട്ടിക്കൾച്ചറിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്താണ് 311 മില്യൺ ടൺസ് പ്രൊഡക്ഷൻ ഉണ്ടായതുകൊണ്ട് ഏതൊക്കെ സ്റ്റേറ്റ് ആണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിന് വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വുമൻസിന് വേണ്ടിയിട്ട് നബാർഡും മുദ്രയും വുമൻസിന് വേണ്ടിയിട്ട് സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സഹായിക്കും എന്ന് പറഞ്ഞു. ആത്തുചൂടി ബൈ അവിയാർ ഭൂമിയെ തിരുത്തി എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭൂമി സംരക്ഷിക്കുക, എന്നിട്ട് മതി മറ്റെന്ത് കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. 15 ലക്ഷം ഫാമേഴ്സിനായിട്ട് തരിശുഭൂമിയൊക്കെ അവര് തരിശുഭൂമി ഏറ്റെടുത്തിട്ട് സോളറൈസ് ആയ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നമ്മുടെ നെക്സ്റ്റ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. വെൽനെസ്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഈ വർഷത്തോടെ, അതായത് 2025 ട്യൂബർകുലോസിസ് TB രോഗത്തിന് ഒരു എൻഡ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. 2025 ട്യൂബർകുലോസിന്റെ അതിനൊക്കെയുള്ള ഒരു ക്യാമ്പയിനാണ് പറഞ്ഞിരിക്കുന്നത്, TB ഹരേഗ ദേശ് ജിതേഗ. അപ്പം 2025 TB രോഗത്തിന് ഒരു എൻഡ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. എക്സ്പാൻഷൻ ഓഫ് ജൻ ഔഷധി കേന്ദ്ര സ്കീം ടു ഓൾ ഡിസ്ട്രിക്ട് ഓഫറിംഗ് 2000 മെഡിസിൻസ് ആൻഡ് 300 സർജിക്കൽ ബൈ 2024. 2024 ജൻ ഔഷധി കേന്ദ്രയുടെ സ്കീമിൽ ഉൾപ്പെടുന്ന എല്ലാ ഡിസ്ട്രിക്റ്റിനും 2000 മെഡിസിൻസും 2000-ൽ പരം മരുന്നുകളും 300-ൽ പരം സർജറീസും നടത്തും എന്നാണ് പറഞ്ഞത്. അപ്പം എന്തിന്റെ കീഴിലാണ്? ജൻ ഔഷധി കേന്ദ്രയുടെ സ്കീമിൽ എല്ലാ ഡിസ്ട്രിക്റ്റിനും 2000 മെഡിസിൻസും 300-ൽ പരം സർജിക്കൽ സർജറീസും നടത്തും എന്നാണ് പറഞ്ഞത്. സ്വച്ഛ് ഭാരത് മിഷൻ ഹാസ് ബീൻ അലോക്കേറ്റഡ് 12,300 crore. അതായത് സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് 12,300 കോടിയാണ് സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടി മാറ്റിവെച്ചത്. Aiming to provide piped water supply to all households, for which 3.60 lakh crore has been approved under Jal Jeevan Mission. ജൽ ജീവൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് വാട്ടർ, നമുക്കിപ്പം ചില വീടുകളിൽ കുടിവെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടുള്ള വീടുകളിൽ പൈപ്പ്ഡ് വാട്ടർ സപ്ലൈ നടത്തും എന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ കീഴിലാണ്? ജൽ ജീവന്റെ മിഷനിലാണ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ പറഞ്ഞു 15 lakh crore ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ട് അലോക്കേഷൻ, അത് ഹെൽത്ത് സെക്ടറിന് വേണ്ടി 69 crores ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. 69,000 കോടിയാണ് ഹെൽത്ത് സെക്ടറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബജറ്റ് സീക്സ് ടു സെറ്റപ്പ് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യൻ ടയർ 2 ആൻഡ് ടയർ 3 cities അണ്ടർ PPP മോഡൽ. പബ്ലിക് പാർട്ണർഷിപ്പിന്റെ കീഴിലായിട്ട് ബജറ്റ് എന്താണ് പറയുന്നത്, ടയർ 2-ലും ടയർ 3-ലും ഉൾപ്പെടുന്ന സിറ്റീസിലൊക്കെ ഹോസ്പിറ്റൽസ് നിർമ്മിക്കാം, ആശുപത്രികൾ നിർമ്മിക്കാം. എന്താണ് ഈ ടയർ 2-ലും ടയർ 3-ലും വരുന്ന സിറ്റീസ് എന്നറിയോ?
ടയർ 2 വരുന്ന സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അക്കോർഡിംഗ് ടു ഗവൺമെന്റ് അവരുടെ പോപ്പുലേഷൻ ഉണ്ടായിരിക്കും എന്നറിയോ, 50,000 to 1,00,000 വരെ പോപ്പുലേഷൻ ഉള്ള സിറ്റീസിനെയൊക്കെ ടയർ 2 സിറ്റീസും, അതേപോലെ തന്നെ 20,000 to 50,000 സിറ്റീസുള്ള ടയർ 3 സിറ്റീസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ടയർ 2ഉം ടയർ 3 സിറ്റീസ് എന്താന്ന് മനസ്സിലായത്. അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടയർ 2ഉം ടയർ 3 സിറ്റീസുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഈ സിറ്റീസിലൊക്കെ എന്താണ് ഹോസ്പിറ്റൽസ് കൊണ്ടുവരും. എന്തിന്റെ അണ്ടറിലാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ മോഡലിൽ പുതിയ ഹോസ്പിറ്റൽസ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. അടുത്തെന്താണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സ്കിൽസിന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നാണ് പറയണത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ബജറ്റ് പ്രപ്പോസ് ടു സെറ്റപ്പ് നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റി ആൻഡ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. ഈ വർഷത്തെ ബജറ്റിൽ പറഞ്ഞതാണ് നമ്മൾ പുതിയ നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റിയും തുടങ്ങും, അതേപോലെ തന്നെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും ആരംഭിക്കും എന്നാണ് പറഞ്ഞത്. ബജറ്റ് പ്രപ്പോസസ് ടു അറ്റൈൻ എ മെഡിക്കൽ കോളേജ് ടു എവരി എക്സിസ്റ്റിംഗ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അണ്ടർ PPP മോഡൽ. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ അണ്ടറിൽ എല്ലാ മെഡിക്കൽ കോളേജിലും, അതായത് എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അണ്ടറിൽ മെഡിക്കൽ കോളേജും കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ ഒരു മെഡിക്കൽ കോളേജും കൂടി ഉണ്ടാവും. അത് എന്തിന്റെ അണ്ടറിലായിരിക്കും? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ കീഴിലായിട്ട്, അല്ലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ കീഴിലായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലെ ഹോസ്പിറ്റൽസിലും ഒരു മെഡിക്കൽ കോളേജും കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആസ് per the budget 150 higher education institution will start apprenticeship in 2020-2021. 150 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2020-2021 കൂടി അപ്രന്റീഷിപ്പ് ആരംഭിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യത്തെ എന്താണ് പറഞ്ഞാൽ, അതായത് ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്ന എല്ലായിടത്തും ഇനി ഇപ്രാവശ്യം അപ്രന്റീഷിപ്പ് കൂടി ഉണ്ടാവും 150 പരം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫണ്ട് എത്രയാണ് അനുവദിച്ചത്? 99,300 crore ആണ് എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടിയിട്ടും 3,000 crores ആണ് സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടും ഇപ്രാവശ്യം മാറ്റി വെച്ചത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ പറഞ്ഞു ബജറ്റ് പ്രപ്പോസ് ടു സെറ്റപ്പ് നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റി, അതായത് നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റിയും നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിന്റെ കീഴിലും മെഡിക്കൽ കോളേജുകൾ PPP മോഡലിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിന്റെ കീഴിൽ ആയിട്ട് എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ് കൂടി അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 150 പരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്രന്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെന്താണ്, അവർക്ക് എത്രയാണ് ഫണ്ട് കൊടുത്തത്? അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 99,300 crores ആണ് കൊടുത്തത്. അതേപോലെ 3,000 കോടി സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കൊടുത്തു. നമ്മുടെ സെക്കൻഡ് തീം എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഇപ്രാവശ്യത്തെ യൂണിയൻ ബജറ്റ് എന്തൊക്കെ പ്രപ്പോസ് ചെയ്തെന്നാണ് നമുക്ക് നോക്കേണ്ടത്. യൂണിയൻ ബജറ്റ് 2020 proposed to set up an investment clearance cell to offer services such as to be set free investment advisory, land banks and others. An online portal will be launched in this regard. അതായത് 2020 ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് സെൽ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതേപോലെ അവരുടെ ബാങ്ക്സിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ആൾക്കാർക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ സർവീസ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് സെൽ, അതായത് ആൾക്കാർക്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അഡ്വൈസറി, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ ബോധവൽക്കരണം ചെയ്യാനും അവരുടെ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് സെൽ എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷനും ഈ വർഷത്തെ ബജറ്റിൽ പ്രപ്പോസ് ചെയ്തു. അതേപോലെ ന്യൂ സ്കീം നിർവിക് അനൗൺസ്ഡ് ഫോർ fewer duties and taxes on exported products. The scheme will be launched in 2020-2021. എന്താണ് ഈ നിർവിക് സ്കീമിൽ പറഞ്ഞതെന്ന് പറയുന്നത്? നിർവിക് സ്കീമിൽ പറയുവാണ് നമ്മുടെ
കുറഞ്ഞ പദ്ധതി, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. അതിൽ കുറഞ്ഞ ചെലവിൽ എന്താണ് ടാക്സ്, എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന് കുറഞ്ഞ ചെലവിൽ ടാക്സ് ഉൽപാദനം കൊടുക്കും എന്നാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പദ്ധതികൾക്കും ഇൻഷുറൻസ് കവറേജും എക്സ്പോർട്ടിനും ഒക്കെ കൊടുക്കും എന്നാണ് ഈ പറയുന്നത്. നിർവിക് സ്കീം അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് സ്കീം എന്നും ഇതിനെ പറയും. നിർവിക് സ്കീം അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് സ്കീം എന്നും പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയണത്? അതായത് 2020-21 നമ്മൾ പുതിയ ഒരു പദ്ധതി കൊണ്ടുവരുവാണ്, നിർവിക് സ്കീം എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന് കുറച്ച് ടാക്സ് കുറവാക്കാനും അതേപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ കൂട്ടാനും വേണ്ടിയിട്ടാണ് നിർവിക് സ്കീം കൊണ്ടുവന്നത്. നിർവിക് സ്കീം അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് കൂടി പറയും. ഈ വർഷത്തെ ബജറ്റിൽ 27,300 കോടി, 27,300 crores ആണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. ഇനി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നാഷണൽ ലോജിസ്റ്റിക് പോളിസി ടു ബി റിലീസ്ഡ് സൂൺ, അതായത് നാഷണൽ ലോജിസ്റ്റിക് പോളിസി റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മുടെ ഹൈവേ ഡെവലപ്മെന്റ്സിന്റെ കാര്യങ്ങളും അപ്പോൾ എന്തൊക്കെ നാഷണൽ ഹൈവേയുടെ പുതിയ പദ്ധതികളുടെ കാര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആൻഡ് 2 other packages to be completed by 2023 and ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ടു സ്റ്റാർട്ട് സൂൺ. അതായത് 2023 ഡൽഹി മുംബൈ എക്സ്പ്രസ് പാതയും അതേപോലെ തന്നെ ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് പാതയൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അപ്പം മെയിനായിട്ടും ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ 2023 കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എ ലാർജ് സോളാർ പവർ കപ്പാസിറ്റി പ്രൊപ്പോസ്ഡ് ഫോർ ഇന്ത്യൻ റെയിൽവേസ്. ഇറ്റ് വിൽ ബി ബിൽഡ് എലോങ് ദ റെയിൽ ട്രാക്ക് ഓൺ ദ റെയിൽവേ ഓൺഡ് ലാൻഡ്സ്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തം ഭൂമി, ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ തരിശു ഭൂമികളിലൊക്കെ എന്താണ് ചെയ്യുക? ലാർജ് സോളാർ പവർ കപ്പാസിറ്റിയാണ് അവർ ഒരുപാട് സോളാർ പവർ കപ്പാസിറ്റി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇറ്റ് വിൽ ബി ബിൽഡ് എലോങ് ദ റെയിൽ ട്രാക്ക്, അതായത് റെയിൽ ട്രാക്കിന്റെ കൂടെ ഇത് നമ്മുടെ റെയിൽവേയുടെ തരിശു ഭൂമിയിലൊക്കെ സോളാർ പവേഴ്സ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അപ്പം എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ല ഇതുവരെ? അതായത് നാഷണൽ ലോജിസ്റ്റിക് പോളിസി റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയും അതേപോലെ അതർ 2 പാക്കേജസ് ഉണ്ട്. അതൊക്കെ 2023 ഹൈവേയുടെ പണി തീർക്കും എന്ന് പറഞ്ഞു. ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ലാർജ് സോളാർ പവർ കപ്പാസിറ്റിയാണ് ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? റെയിൽവേയുടെ തന്നെ തരിശു ഭൂമികൾ ഉണ്ടാവുമല്ലോ, ഈ തരിശു ഭൂമിയിൽ എന്താണ് സോളാർ പാനൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ബാംഗ്ലൂർ സുന്ദർബൻ റെയിൽ പ്രോജക്ട് ടു ബി പ്രപ്പോസ്ഡ്. ബാംഗ്ലൂർ സുന്ദർബൻ റെയിൽ പ്രോജക്ട് കൂടെ വരുന്നുണ്ട്. ആ റെയിൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ബജറ്റ് എത്രയാണ് കൊടുത്തിരുന്നത്? 18,600 കോടിയാണ് ഈ ബാംഗ്ലൂർ സുന്ദർബൻ റെയിൽ പ്രോജക്റ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 100 airports will be developed by 2024 to support the UDAN scheme, as air fleet number is expected to grow from 600 to 1,200. അതായത് നമ്മുടെ ഉഡാൻ സ്കീം നേരത്തെ പറഞ്ഞിരുന്നു, കർഷകർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈസിലി കാര്യങ്ങളൊക്കെ. ഈ സ്കീമിൻ്റെ അണ്ടറിൽ തന്നെ എന്താണ് 100-ൽ പരം പുതിയ എയർപോർട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ എയർപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് 600 എയർപ്ലെയിൻ ടു 1,200 എയറോപ്ലെയിൻ്റെ എണ്ണം കൂട്ടും എന്നാണ്. 600 തൊട്ട് 1,200-ൽ പരം എയറോപ്ലെയിൻ്റെ എണ്ണം കൂട്ടും എന്നാണ് പറഞ്ഞത്. 100 എയർപോർട്ട്സ് വുഡ് ബി ഡെവലപ്ഡ്, അതായത് 100 എയർപോർട്ടുകൾ 2024 ഇന്ത്യയിൽ ഉണ്ടാക്കും. അപ്പം ഈ ഉഡാൻ സ്കീമിൻ്റെ അണ്ടറിൽ എന്താണ് 600 to 1,200 എയറോപ്ലെയിൻസും പുതുതായിട്ട് ഫ്ലൈ ചെയ്യും എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് 1.70 lakh crores ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. 1.70 ലക്ഷം കോടിയാണ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് നോക്കാം. പവർ ആൻഡ് റിന്യൂവബിൾ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് 22,000 കോടിയാണ് ബജറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ഗ്യാസ് ഗ്രിഡ് ഉണ്ടല്ലോ, അതിന്റെ എക്സ്പാൻഡ് എന്താ 16,200 കിലോമീറ്റർ തൊട്ട് 27,000 കിലോമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യും. ദ നാഷണൽ ഗ്യാസ് ഗ്രിഡ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യും? 16,200 കിലോമീറ്റേഴ്സ് ടു 27,000 കിലോമീറ്റർ എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ 1,00,000 ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരത് നെറ്റിന്റെ സഹായത്തോടു കൂടി ഫൈബർ ടു ഹോം കണക്ഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ഭാരത് നെറ്റിന്റെ സഹായത്തോടു കൂടി 1,00,000 ഗ്രാമപഞ്ചായത്തുകൾ വഴി എല്ലാ വീടുകളിലും ഫൈബർ കണക്ഷൻ നൽകും എന്നാണ് പറഞ്ഞത്. ഈ ഫൈബർ കണക്ഷന് വേണ്ടിയിട്ട് 6,000 കോടിയാണ് ഭാരത് നെറ്റ് പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് 8,000 കോഴ്സ് ഇൻ നെക്സ്റ്റ് 5 years ഫോർ നാഷണൽ മിഷൻ ഓൺ ക്വാണ്ടം ടെക്നോളജീസ് ആൻഡ് ആപ്ലിക്കേഷൻ. നാഷണൽ മിഷൻ ഓഫ് ക്വാണ്ടം ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് 8,000 കോടി അടുത്ത 5 വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ 6,000 കോടി ഭാരത് നെറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടും 22,000 കോടി പവർ ആൻഡ് റിന്യൂവബിൾ സെക്ടറിന് വേണ്ടിയിട്ടും മാറ്റിവെച്ചു. ഇനി മൂന്നാമത്തത് നമ്മളുടെ കെയറിംഗ് സൊസൈറ്റി. ടീം 3 എന്താണ്? കെയറിംഗ് സൊസൈറ്റി ആണ് ടീം 3. ബേട്ടി ബച്ചോ ബേട്ടി പഠോ, എൻറോൾമെന്റ് ഓഫ് ഗേൾസ് ഇൻ സ്കൂൾസ് ഈസ് ഹയർ ദാൻ ബോയ്സ്. അതായത് ആൺകുട്ടികളെ കാട്ടി പെൺകുട്ടികൾ സ്കൂളുകൾ പഠിക്കുന്നത് കൂടുതലാക്കണം എന്നാണ് പറഞ്ഞത്. ബേട്ടി ബച്ചോ ബേട്ടി പഠോ, ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളുടെ സംഖ്യ കൂട്ടണം എന്നാണ് സ്കൂളുകളിൽ. പെൺകുട്ടികൾക്ക് വേണ്ടി, വുമൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയണത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കെയറിംഗ് സൊസൈറ്റിയുടെ ഒരു തീമിന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞതിന്റെ ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട്, അതായത് ന്യൂട്രീഷൻ റിലേറ്റഡ് നമുക്ക് അറിയാം. ഇപ്പൊ ഈ അംഗൻവാടികളാണെങ്കിലും ഒരുപാട് പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അതായത് മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും ഒക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫണ്ട് അലോക്കേഷൻ 35,600 കോടി രൂപയാണ് ന്യൂട്രീഷൻ റിലേറ്റഡ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. For the welfare of scheduled castes and other backward classes, the budget has a provision of about 85,000 crores. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് എസ് സി ആൻഡ് OBC ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബജറ്റ് എന്താണ്? അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് 85,000 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ST അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് 53,700 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസ് ആൻഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് നമ്മുടെ പ്രായമായവർക്ക് വേണ്ടിയിട്ടും അംഗവൈകല്യം അല്ലെങ്കിൽ അവർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 9,000 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ കെയറിംഗ് സൊസൈറ്റിയിൽ തന്നെ നല്ലൊരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കേട്ടു. ഇനി നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റി വെച്ചിരിക്കുന്നത് നോക്കാം. 5 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ടു ബി ഡെവലപ്ഡ് ആസ് ടോപ്പ് നോച്ച് സൈറ്റ്സ്. അതായത് 5 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ്? അതാണ് ഏറ്റവും മെയിൻ ടോപ്പ് നോച്ച് സൈറ്റ്സ് ആയിട്ട് അതിനെ മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എവിടൊക്കെയാണ് വരുന്നത്? രാഖി ഗർഗി ഇൻ ഹരിയാനയിലെ രാഖി ഗർഗിയിലും ഉത്തർപ്രദേശിലെ ഹസ്തിനാപൂരിലും ആസമിലെ ശിവസാഗറിലും ഗുജറാത്തിലെ ധോൾവരിയും തമിഴ്നാട്ടിലെ അടഞ്ചനെല്ലൂരും ആണ് 5 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റാഞ്ചിയിൽ ട്രൈബൽ മ്യൂസിയം ഡെവലപ്പ് ചെയ്യും. ദ ഗവൺമെന്റ് വിൽ ബി ബിൽഡ് എ ട്രൈബൽ മ്യൂസിയം ഇൻ റാഞ്ചിയിൽ എന്താണ് തുടങ്ങുന്നത്? ട്രൈബൽ മ്യൂസിയം തുടങ്ങുമെന്ന് പറഞ്ഞു. ദ ബജറ്റ് അലോക്കേറ്റ്സ് ₹3,150 ഓഫ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ട് 3,150 രൂപയാണ് ഇപ്രാവശ്യം ബജറ്റ് മാറ്റിവെച്ചത്. 5 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എടുത്തിട്ട് അത് ടോപ്പ് മെയിൻ കാര്യങ്ങളാക്കി മാറ്റുവാണ്. അത് എന്തൊക്കെയാണ്? രാഖി ഗർഗിയും ഹസ്തിനാപൂരും ശിവസാഗറും ധോൾവരിയും അടിച്ചനെല്ലൂരും ആണ് ഉള്ളത്. അതേപോലെ തന്നെ റാഞ്ചിയിൽ ട്രൈബൽ മ്യൂസിയവും സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൂറിസം സെക്ടർ. ഇന്ത്യ മൂവ്ഡ് അപ് ടു ദ റാങ്ക് 65 in 2040 to 34 in 2020. അതായത് 65 ടൂറിസം സെക്ടറിൽ 65ാമത്തെ റാങ്കിലാണ് 2014 നമ്മുടെ ഇന്ത്യ കിടന്നത്. അത് 65ൽ നിന്ന് 34ാമത്തെ റാങ്കിലോട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. ട്രാവൽ ആൻഡ് ടൂറിസത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കാരണം 65ൽ കിടന്ന നമ്മൾ 2019 34ാം റാങ്കിലാണ് വന്നത്. ടൂറിസത്തിന് വേണ്ടിയിട്ട് 25,000 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എൻവിറോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കാം.
Thermal power plants that are old and their carbon emission levels are high are to be closed and the land will be used for alternative purpose. പഴയ തെർമൽ പവർ പ്ലാന്റ്സും അതേപോലെ തന്നെ അവരുടെ അതേപോലെ തന്നെ കാർബൺ എമിഷൻ ലെവൽ ഹൈ ആയിട്ടുള്ള പവർ പ്ലാന്റ്സും ഒക്കെ എന്താണ് ക്ലോസ് ചെയ്തിട്ട് ആ സ്ഥലമെല്ലാം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നാണ് പറഞ്ഞത്. It allocates rupees 4,400 crore to promote clean air in the cities with a population of over 1 million of people. അതായത് ഒരു കോടിയിൽ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് ശുദ്ധവായു നല്ല വായു കിട്ടാൻ വേണ്ടിയിട്ട് 4,400 കോടിയാണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബാങ്കിങ് സെക്ടറാണ് നമ്മളിനി മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബാങ്കിങ് സെക്ടറിലാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം for recruitment in non-gazetted posts in bank, National Recruitment Agency will be constituted for both government and public sector banks. അതായത് അതായത് നമ്മുടെ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിന് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി വന്നിട്ടുണ്ട്. ആ NRA എന്നാണ് പറയണത്. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. നോൺ ഗസറ്റഡ് പോസ്റ്റ് വേണ്ടിയിട്ട് വന്ന പുതിയ ഏജൻസിയാണ് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി. അവരായിരിക്കും ഇനി നമുക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പം നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആണ് നമ്മുടെ ഇനി നോൺ ഗസറ്റഡ് ആയ പോസ്റ്റിന് വേണ്ടിയിട്ട് എക്സാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കവറേജ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ട്രെമൻഡസ്ലി ഫ്രം 1 lakh to 5 lakh യുവർ ഡെപ്പോസിറ്റ്സ്. അതായത് നമ്മൾ 1 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപയൊക്കെ വരെയുള്ള ഇടത്തില്ലേ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ അതിനൊക്കെ എന്താണ് ഇൻഷുറൻസ് കവറേജ് കൂട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ബാങ്കിൽ നമ്മളിടുന്ന നമ്മുടെ പണത്തിന് സേഫ്റ്റി കൂട്ടി എന്നാണ് ചുരുക്കം പറഞ്ഞാൽ കാര്യം. ഇനിയാണ് ഈ വർഷത്തെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ബജറ്റ് 2020 ട്രാൻസ്ഫോംസ് ദ ഇൻകം ടാക്സ് റെജീം ബൈ ഇൻട്രൊഡ്യൂസിങ് 2 ടാക്സ് സ്ലാബ്സ് ആൻഡ് റേറ്റ്സ്. അതായത് പുതിയ ടാക്സിന്റെ കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിലെ മെയിൻ ആയിട്ട്. ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് പുതിയ ടാക്സ് സ്ലാബ്സ് പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു. എന്താ നമുക്ക് നോക്കാം. 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കണ്ട എന്നാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപ തൊട്ട് 7.5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് എന്താണ് 20% തൊട്ട് 10% വരെ ടാക്സിന് അടച്ചാൽ മതി. 7.5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം വരെയുള്ളവർക്ക് എന്താണ് 15% ടാക്സ് ഇനി അടച്ചാൽ മതി. 10 ലക്ഷം രൂപ തൊട്ട് 12.5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 20% ടാക്സ് അടച്ചാൽ മതി. അതേപോലെ 12.5 ലക്ഷം തൊട്ട് 15 ലക്ഷം ഉള്ളവർക്ക് എത്ര ശതമാനം അടയ്ക്കണം? 25 ലക്ഷം അടയ്ക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് പണ്ട് നമ്മൾ ഇതിന്റെ ടാക്സ് എന്താണ്, പണ്ടത്തെ ടാക്സിന്റെ സ്ലാബ് റേറ്റ് എങ്ങനെയായിരുന്നു അറിയോ? 5 ലക്ഷം, അതായത് 5 ലക്ഷത്തിൽ കുറവുള്ളവർക്ക് എത്ര ശതമാനം അടയ്ക്കണമായിരുന്നു? 5% ടാക്സ് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ 5 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കണ്ട. 5 ലക്ഷം തൊട്ട് 7.5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് എത്ര ശതമാനം അടയ്ക്കണം? 20% to 10, 20% ഉള്ളത് 10% അവർക്ക് അടച്ചാൽ മതി. 5 ലക്ഷം വരെ ഉള്ളതൊട്ട് 7.5% വരെ ടാക്സ് ഉള്ളവർക്ക് 20% ഉള്ളത് എന്താണ് 10% അടച്ചാൽ മതി. അതേപോലെ 7.5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ഉള്ളവർക്ക് എന്താണ് 15% അടച്ചാൽ മതി. പിന്നെ 10 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയുള്ളവർക്ക് 20%. അപ്പം നമ്മുടെ പുതിയ ടാക്സ് സ്ലാബ് റേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും വളരെ ഉപകാരമാണ്. അപ്പം നമ്മുടെ ഈ വർഷത്തെ ബജറ്റ് നമ്മൾ കാര്യമായിട്ട് തന്നെ പഠിച്ചു. അപ്പം ഈ ബജറ്റിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്തെങ്കിലും പോയിന്റ്സ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. അപ്പം അതിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ബജറ്റിൻ്റെ ക്ലാസ് എല്ലാവരും നല്ലപോലെ തന്നെ പഠിക്കുക. നല്ലപോലെ തന്നെ അത് ഒന്നുകൂടെ കേട്ട് നിങ്ങളൊരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ബജറ്റിൻ്റെ ക്ലാസ് ഇവിടെ തീർന്നു. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.